ചോരക്കൊതി എന്നുള്ളതിന് മറ്റൊരു പര്യായമില്ല. അത് ഇസ്രായേൽ എന്ന് മാത്രമാണ്. അതാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി ഗസയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഗസയിൽ ബോംബിടുകയും നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മറുഭാഗത്ത് ഉള്ള സമയം കൊണ്ട് കൊന്നു തീർക്കാമെന്നുള്ള തീരുമാനവുമായി ഇസ്രായേൽ രംഗത്ത് വരികയും ചെയ്യുന്നു. ഈ റമദാൻ മാസത്തിൽ ലോകം കാണുന്ന ഏറ്റവും ക്രൂരമായ ഒരു കാഴ്ചയായി അത് മാറുകയാണ്. നസർക്ക, എന്താണ് ഇസ്രായേൽ ഇപ്പം ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നു, അതിന് പുല്ലുവില കൽപ്പിക്കുകയാണോ ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയും? അതെ, അതാണ്. ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള, ഇസ്രായേലും ട്രംപിൻ്റെ അമേരിക്കയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പദ്ധതിയാണ്. ഈ പുല്ലുവില കൽപ്പിക്കുകയാണെന്ന് വെച്ചാൽ ആദ്യത്തെ കരാറ് കൊണ്ട് അല്ലെങ്കിൽ കരാറിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യഘട്ട വെടിനിർത്തൽ കൊണ്ട് അവരെന്തൊക്കെ നേടി എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്ന രണ്ട് കാര്യം, എന്തിനായിരുന്നു ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറയുന്നത്. ഒന്നാം ഘട്ട വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ, ഒന്നാം ഘട്ട വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ വെടിനിർത്തണം ഹമാസ് പറഞ്ഞപ്പോഴൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് വെടിനിർത്തലിന് അവർക്ക് നിന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ വെടിനിർത്തുന്നത് ഹമാസിന് ഒരു വീണ്ടും ഒരു സൈന്യത്തെ സംഘടിപ്പിക്കാനുള്ള മൊബിലൈസ് ചെയ്യാനുള്ള സമയം കൊടുക്കണം, അത് ചെയ്യില്ല എന്നൊക്കെ ആയിരുന്നല്ലോ അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് വെടിനിർത്തലിന് ഇല്ലാത്തതെന്ന് പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ ഒന്നാം ഘട്ട വെടിനിർത്തലുകൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിച്ചത് തന്നെ ഇത് തന്നെയായിരുന്നു. അവർക്കൊരു അവരുടെ സേന അങ്ങേയറ്റം ഛിന്നഭിന്നമായി കഴിഞ്ഞാൽ എല്ലാ തരത്തിലും സൈനികമായിട്ടും അതേപോലെ തന്നെ ഈ തരത്തിലും മാനസികമായിട്ടും അങ്ങേയറ്റം ക്ഷീണിച്ച സമയത്താണ് അവർ വെടിനിർത്തലിന് വരുന്നത് എന്ന് ആലോചിക്കണം. കാരണം ഇതിൻ്റെ റിസർവേഴ്സായിട്ട് വരുന്ന ആൾക്കാർ മുഴുവൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം പോലും ഇതിനി ഇറങ്ങില്ല എന്ന് പറയുന്നൊരു ഘട്ടത്തിലെത്തി. തന്നെ വല്ല സൈന്യത്തിൽ ശാരീരികമായി പരിക്കേറ്റതിനേക്കാൾ കൂടുതൽ മാനസിക ചികിത്സയാണ് സൈന്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്ന വാർത്തകൾ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ മീഡിയകളിൽ വരെ അത്ര വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവർ ഈ ഒന്നാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകുന്നത്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം, അന്നൊരു വെടിനിർത്തൽ നിർത്തി കിട്ടിയാൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം, ഒന്ന് ഹമാസ് എവിടെയാണ് ഇവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഈ ബന്ദികൾ എവിടെയാണുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരിതുണ്ടായിരുന്നു. രണ്ട്, എവിടെ നിന്നാണ് ഹമാസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള. അങ്ങനെ ചില തന്ത്രപരമായ ചില നേട്ടങ്ങൾ അവർക്കുണ്ടാവുമെന്നുള്ളത് കൊണ്ട് വേണ്ടി മാത്രമാണ് അന്ന് ആ വെടിനിർത്തൽ നിർത്തിയത്. അവരുടെ ആവശ്യത്തിന് വെടിനിർത്തി, അവരുടെ ആവശ്യം കഴിഞ്ഞു എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പം അവരെ രണ്ടാമത് തുടങ്ങുകയും ചെയ്തു. അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിയും, അവർ രണ്ടാമത് അവർക്ക് പട്ടാളത്തെ മൊബിലൈസ് ചെയ്യാൻ കഴിയും, ആയുധങ്ങൾ തിരിച്ചെത്തിക്കാൻ കഴിയുമൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പം അവർ രണ്ടാമത് ഇത് ആരംഭിച്ചു എന്നല്ലാതെ ഇതൊരു മാന്യന്മാർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വെടിനിർത്തൽ പോലത്തെ ഒരു വെടിനിർത്തലായിരുന്നില്ല കണ്ടത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവരുടെ ആവശ്യത്തിന് അവർ വെടിനിർത്തി, അവർക്ക് ആവശ്യത്തിനുള്ള സംഗതികൾ ഒരുക്കൂട്ടാൻ പറ്റിയപ്പോൾ രണ്ടാമത് തുടങ്ങിയെന്ന് മാത്രം. പക്ഷേ ഇപ്രാവശ്യമുള്ളത് അങ്ങനെ ഒരു ഗസയിൽ മാത്രം ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ മറ്റൊരു വെടിനിർത്തലേക്ക് പോകുന്നതോ ആണെന്നൊന്നും എനിക്കിതിൻ്റെ ഒരു വരവും ഇതും കണ്ടപ്പോൾ തോന്നുന്നില്ല. കാരണം ഇന്നലെ ഗസയിൽ ഈ സംഗതി തുടങ്ങുന്നതിന് മുമ്പ്, ഇന്നലെ ഗസയിൽ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് തന്നെ ആവർത്തിച്ച് പറഞ്ഞ ഒരു 2-3 ആഴ്ചയോളമായിട്ട് ട്രംപ് ആവർത്തിച്ച് പറയുന്ന വാക്കാണ് ഇന്നലെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി പോലും പറഞ്ഞത്, നരകത്തിൻ്റെ വാതിൽ തുറക്കും എന്ന്. നരകത്തിൻ്റെ വാതിൽ തുറക്കുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് 2-3 ആഴ്ചയായി. അപ്പോൾ അവരുടെ പരിപാടി എന്താണെന്ന് ആദ്യം പറയാം. എന്നിട്ട് ഇന്നലെ ഗസയിൽ ഇത് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തത് ഹൂത്തികളെ ആക്രമിക്കുക. ഹൂത്തികൾ അതിഭീകരമായിട്ട് ഹൂത്തികൾക്കെതിരെ അടിക്കുകയും അതിനുശേഷം ഹൂത്തികളെ ആക്രമിച്ചിട്ടതിന് ശേഷം അമേരിക്ക പിന്നെ ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇനി ഹൂത്തികൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് അതിന് മറുപടി പറയുക ഇറാനോടായിരിക്കും എന്നാണ്. അപ്പം ഈ പറയുന്ന ഈ റെസിസ്റ്റൻസിൽ, ഈ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇപ്പം സിറിയ എന്ന് പറഞ്ഞ സംഗതിയെ അങ്ങനത്തെ ഒരു സ്ഥലം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിറിയയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു സംഗതി, ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം ഹിസ്ബുള്ളക്ക് കിട്ടുക അല്ലെങ്കിൽ ലെബനനിലേക്ക് ആ ഭാഗത്തേക്ക് കിട്ടുമെന്നില്ല, ആ സംഗതി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ റൂട്ട് തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കി കഴിഞ്ഞു. ഹിസ്ബുള്ളയെ തകർത്തു. അതിനുശേഷമാണ് ഇപ്പോൾ പറയുന്നത്, ഇന്നലെ ഹൂത്തിക്ക് നേരെ ആദ്യത്തെ അടിച്ച് ഹൂത്തിക്കയുടെ ഒരു അടിച്ച് കാണിച്ചതിന് ശേഷമാണ്, തല പൊക്കിയാൽ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് കാണിച്ചതിന് ശേഷമാണ് ഈ ഗസയെ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഇനി ഹൂത്തികൾ എന്തെങ്കിലും ചെയ്താൽ, ഹൂത്തികൾ എന്ത് ചെയ്താലും അതിന് ഉത്തരവാദി ഇറാനായിരിക്കും, ഞങ്ങൾ നേരിട്ട് ഇറാനടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇത് സംഗതി ഇപ്പം ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ശരിക്കും ഇറാനെയാണ്. സംഗതി ഇനി വരാൻ പോകുന്നത് ദിവസങ്ങളിൽ ഇത് നീളുകയാണെങ്കിൽ യമൻ, ഇറാൻ ഒക്കെയും തകരുന്ന തരത്തിലുള്ള ഒരു ഭീകരാവസ്ഥയിലേക്കായിരിക്കും പോവുക. ആ സമയത്ത് ഈ പറയുന്ന രണ്ട് ഭാഗത്തും ഈ അറബ് നേതാക്കൾ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയും ഈ ചർച്ചയ്ക്ക് ഇത് വഹിക്കുക എന്താണ് ചർച്ചയ്ക്ക് വേദിയൊരുക്കുക എന്നുള്ള ഒരൊറ്റ സംഗതിയിൽ അവർ ഒതുങ്ങി നിൽക്കുകയോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഇവർ പറയുന്നൊരു തൊടുന്യായം ഈ ബന്ധികളെ മുഴുവനായി വിട്ടുകൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ആ ന്യായത്തിൽ കാര്യമുണ്ട്? ഇത്ര ബന്ധികളെ മുഴുവൻ വിട്ടുകൊടുക്കുമെന്നുള്ള ഒരു കരാറൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ബന്ദികളെ മുഴുവനായി വിട്ടുകൊടുക്കുക എന്നുള്ളത് ദോഹ കരാറിൻ്റെ ഭാഗമായിട്ടില്ല. 3 ഘട്ടമായിട്ടാണ് വെടിനിർത്തൽ. അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ ബന്ദികളെ എണ്ണം വെച്ച് അവർ വിട്ടുകൊടുക്കുന്നു. അതിന് പകരമായിട്ട് ഇസ്രായേൽ പലസ്തീനി തടവുകാരെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ മുഴുവൻ ബന്ദികളെയും വിടുക എന്നുള്ളത് കരാറിലില്ല. ആ കാര്യത്തിൽ ഹമാസിൻ്റെ പൊസിഷൻ എന്തായിരുന്നു ചോദിച്ചാൽ സമ്പൂർണ്ണമായ പൂർണ്ണമായ വെടിനിർത്തൽ ഉണ്ടാവുകയും ഇങ്ങനെ ഘട്ടം വെച്ചിട്ടുള്ള വെടിനിർത്തലിന് പകരം സമ്പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് കടക്കുകയും ഗസയിൽ നിന്നും ഈ നെറ്റ്സറിങ് കൊറിഡോറിൽ നിന്നും ഫിലാൽഡഫി കൊറിഡോറിൽ നിന്നും IDF ഇസ്രായേലി ഫോഴ്സ് സമ്പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യുക. അപ്പോൾ മാത്രമേ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹമാസിൻ്റെ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് ബന്ദികളെ വിട്ടയച്ചില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കുക എന്നുള്ളത് ഈ കരാറിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഇത് നൗഫൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ വെടിനിർത്തൽ ആരംഭിച്ച അന്ന് മുതൽ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിലും അല്ലാത്ത വിശകലനങ്ങളിലും വന്നൊരു കാര്യമാണ്. ഇത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് ആർക്കും അങ്ങനെ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഹമാസിന് പോലും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ യുദ്ധത്തിൽ അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അവരുടെ ലക്ഷ്യങ്ങൾ, അത് നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മാത്രമാണ് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക, നിരായുധീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ പുറമേക്ക് പ്രത്യക്ഷത്തിൽ ഔദ്യോഗികമായി പറയാത്തൊരു ലക്ഷ്യമുണ്ട്, ഗസയെ അധിനിവേശം ചെയ്യുക, ഗസയിൽ ഇസ്രായേലി സെറ്റിൽമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ അത് പ്രത്യക്ഷത്തിൽ പറഞ്ഞ ആൾ ഡൊണാൾഡ് ട്രംപാണ്. ഗസയിലെ ആളുകൾ അവിടെ നിന്ന് മാറ്റിയിട്ട് റീലൊക്കേറ്റ് ചെയ്ത് സിനായിലേക്കോ മറ്റെവിടേക്കോ റീലൊക്കേറ്റ് ചെയ്ത് ഇവിടെ ഇസ്രായേലി സെറ്റിൽമെൻറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്ന ലക്ഷ്യം അവർക്കുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ രണ്ടാമത് ഈ ആക്രമണം ആരംഭിക്കുന്നത്. മണിക്കൂറുകൾ കൊണ്ട് 400 ചില്ലാൻ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നോർത്തേൺ ഗസയിൽ ഇസ്രായേലി ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നന്ന ചുരുങ്ങുന്ന നോർത്തേൺ ഗസയെങ്കിലും അധിനിവേശം ചെയ്യുക, അവിടെ ഇസ്രായേലി സെറ്റിൽമെൻറ്റ് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ദീർഘകാലം നിലനിൽക്കും എന്ന ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ ആർക്കെങ്കിലും ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മിഥ്യാധാരണയാണ്. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 1.5 വർഷം എന്താണ് ഇസ്രായേൽ ചെയ്ത്, കഴിഞ്ഞ 1.5 വർഷം എന്ന് പറയുന്നത് ശരിയാവില്ല, കഴിഞ്ഞ 77 വർഷമായിട്ട് ഇസ്രായേൽ എന്താണോ ഫലസ്തീനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണത്? ആളുകളിങ്ങനെ കൊല്ലുക. ഇപ്പോൾ ഈ 404 ആളുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ മഹാഭൂരിപക്ഷം ആരാണ്? സ്ത്രീകളാണ്, കുട്ടികളാണ്, കുഞ്ഞുങ്ങളുടെ ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾ, ആളുകൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. കഴിഞ്ഞ 77 വർഷമായിട്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ് കാര്യം എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇസ്രായേൽ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി 77 വർഷമായിട്ട് ഇസ്രായേൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ സെക്യൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ ഇന്ന് മാർച്ച് 18 അല്ലേ? മാർച്ച് 17 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഹിസ്റ്ററിയിൽ. 2003 മാർച്ച് 17 ജോർജ് ബുഷ് ടെലിവിഷനിൽ വന്നിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നത്. സദാം ഹുസൈനും അദ്ദേഹത്തിൻ്റെ മക്കളും 24 മണിക്കൂറിനകം ഇറാഖ് വിട്ടുപോകണം. ആ ഒരു പ്രസ്താവന ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാജ്യത്ത്, ഒരു പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും അയാളുടെ കുടുംബവും രാജ്യം വിട്ടുപോകണം എന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ടെലിവിഷനിൽ ഒരു ടെലിവൈസ്ഡ് അഡ്രസ്സിൽ പറയുകയാണ്. അങ്ങനെ വിട്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ട്, അതാണ് ഇറാഖ് അധിനിവേശം എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത്? ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രില്യൺ കണക്കിന് ഡോളർ അവർ ചെലവഴിച്ചു. ഇവിടെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ലോകത്തെ ഏറ്റവും വികസിത പുരോഗമന ജനാധിപത്യ രാജ്യം, ലോകത്തിനാകെയും മാതൃകയായിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യം, അമേരിക്ക സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യം, ബാക്കിയുള്ളവരൊക്കെ
പ്രത്യേകിച്ച് അറബികൾ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ജനത എന്നാണല്ലോ പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ പോലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ആണ് ആ സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡൻറ്റ് വന്നിട്ട് ഇറാഖിൻ്റെ പ്രസിഡൻറ്റും കുടുംബവും രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞു പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ട് രാജ്യം വിട്ടു പോകുന്നില്ല, ആക്രമണം ആരംഭിക്കുന്നു. ഇതേപോലെ എന്താണോ ഇസ്രായേൽ ഗസയിൽ ചെയ്യുന്നത് അതേപോലെ അതിമാരകമായ ആക്രമണം, ദശലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്? ഇറാഖ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇറാഖ് എന്ന രാജ്യം അവിടെയുണ്ട് എന്ന് മാത്രമല്ല, അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഏതെങ്കിലും നിലക്ക് ഒരു സ്റ്റേക്കും ഇല്ലാത്തൊരു രാജ്യമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഉണ്ടായി വാർ ഓൺ ടെറർ എന്ന് പറയുന്ന സംഭവം. വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം അതിന് ലക്ഷ്യം നേടിയോ? വാർ ഓൺ ടെറർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അമേരിക്കയുടെ ഗ്ലോബൽ സ്റ്റാൻഡിങ് എന്താണ്? ഇപ്പോഴത്തെ അമേരിക്കയുടെ ഗ്ലോബൽ സ്റ്റാൻഡിങ് എന്താണ്? നമ്മൾ താരതമ്യം ചെയ്യണം. എവിടെ അമേരിക്ക ഇത്രയും ട്രില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് ഈ വാർ ഓൺ ടെറർ ഉണ്ടാക്കിയിട്ട് നോക്കൂ. അന്ന് ഇറാഖിന് മേൽ നടത്തിയ അധിനിവേശമാണ് പിന്നീടുണ്ടായ ലോകത്തുണ്ടായ സർവ്വ കുഴപ്പങ്ങളുടെയും വേര് നമുക്ക് കാണാൻ പറ്റും. ഈ നമ്മളീ പറയുന്ന ഭീകരവാദം എന്ന് പറയുന്ന, ഐസിസ് എന്ന് പറയുന്ന, അൽ ഖായിദ എന്ന് പറയുന്ന സർവ്വ പ്രതിഭാസങ്ങളുണ്ടായതെന്നാണ് ഈ ഇറാഖ് അധിനിവേശത്തിന് ശേഷമാണ്. അപ്പം ബോംബിട്ട് ആളെ കൊന്നത് കൊണ്ട് ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്ക ഇത്രയും കാലം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെന്ന് പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചത് 77 വർഷമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. എന്താണ് ഇപ്പോൾ ഈ നെതന്യാഹു ചെയ്തത്? അതാണ് 77 വർഷമായി എല്ലാ ഇസ്രായേലി ഭരണാധികാരിയും ചെയ്യുന്നത്. ഇപ്പം നെതന്യാഹു ഇതെന്താ ചെയ്തതിനെക്കുറിച്ച് പലതരത്തിലുള്ള സൂക്ഷ്മമായ വിഷയങ്ങൾ വരുന്നുണ്ട്. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ കൂട്ടുകക്ഷി സർക്കാർ അതൊരു കൊളാപ്സിലേക്ക് പോവുകയാണ്. ഈ പുതിയ ആർമി ചീഫ് വന്നിട്ടുണ്ട്. പഴയ ആർമി ചീഫിന് രാജിവെക്കേണ്ടി വന്നു. ഈ പുതിയ ആർമി ചീഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഉള്ളതിനേക്കാൾ കേമനായിട്ടുള്ള ആളാണ് എന്ന് അയാൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഷിൻബത്തിൻ്റെ തലവൻ പുറത്താണ്. അവിടുത്തെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള അതിൻ്റെ തലവനും അയാൾ പുറത്തു പോകുന്നു. നെതന്യാഹുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്ന് പുറത്തു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ മറികടക്കാൻ എളുപ്പ വഴി ഗസയിൽ കൊണ്ടുപോയി ബോംബിടുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാരണം എന്ന് വിശകലനം ചെയ്യുന്ന ആളുകളുണ്ട്. എന്തു തന്നെയാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബോംബിടാതിരിക്കുക അല്ലെങ്കിൽ കൊല്ലാതിരിക്കുക എന്നുള്ള ഇസ്രായേലിന് അസാധ്യമായുള്ള കാര്യമാണ്. ഇതുകൊണ്ട് ഹമാസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് നോക്കൂ. ഈ തൊട്ട് മുമ്പത്തെ 1.5 വർഷക്കാലത്തെ യുദ്ധം തെളിയിച്ചു കഴിഞ്ഞതാണ്. ആറ്റം ബോംബ് ഒഴികെ ലഭ്യമായ ബാക്കി മുഴുവൻ ആയുധങ്ങളും ഗസ എന്ന് പറയുന്ന ആ കുഞ്ഞു ദേശത്തിനുമേൽ 1.5 വർഷം തുടർച്ചയായിട്ട് പ്രയോഗിച്ചതാണ്. ആറ്റം ബോംബ് പ്രയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം ബോംബ് ഇല്ലാത്തതുകൊണ്ടല്ല, ഇസ്രായേലിനെയും ബാധിക്കുമെന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആറ്റം ബോംബ് ഒഴികെ ഈ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള സർവായുധങ്ങളും ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള സർവായുധങ്ങളും ആ പ്രദേശത്തിന് പ്രയോഗിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും ഹമാസ് അവിടെ തന്നെയുണ്ട്, ഫലസ്തീനികൾ അവിടെയുണ്ട്, ഫലസ്തീനി പ്രതിരോധം അവിടെയുണ്ട്. അതുകൊണ്ട് ബോംബിട്ട് കുറേ അധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. അത് കണ്ട് അർമാദിക്കുന്ന എന്താണ് ഈ പുരോഗമന ജനാധിപത്യ സമൂഹത്തെ അവർ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നതല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ഈ ഇസ്രായേലിൻ്റെ ആണെങ്കിൽ ഈ സ്ഥാനമൊഴിഞ്ഞ സേനാ തലവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിൻ്റെ 5% പോലും ഹമാസ് ചെയ്തതിൻ്റെ 5% പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന്. അവർ ഇത്രയൊന്നും ചെയ്യുന്നില്ല, ഇതിൻ്റെ 5% ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. തന്നെയുമല്ല, ഈ ബുഷ് അന്ന് ഉപയോഗിച്ചൊരു വാക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. അതിൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പം ശരിക്കും അതിൻ്റെ തുടർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നാണ് ബുഷ് പറഞ്ഞത് ആക്സിസ് ഓഫ് ഈവിൾസ് എന്ന് പറഞ്ഞത്. ഒരു ഭാഗത്ത് ബാത്തിസ്റ്റ് ഇറാഖും ഇറാനും നോർത്ത് കൊറിയ ഉൾക്കൊള്ളുന്ന ആക്സിസ് ഓഫ് ഈവിൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനും ഈ ഇറാഖ് മാത്രമേ അവർക്ക് അന്നും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ തോതിൽ ചെറിയൊരു അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുന്നതും തോന്നുന്നില്ല ഇനി. യെസ്.